ഹലോ ഗൈസ്, അപ്പോൾ ആ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ദിയക്കുട്ടി സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടി ഇതാ സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. അച്ഛച്ചേൻ്റെ ഒപ്പമാണ് പോണത് കേട്ടോ. അച്ഛച്ചേൻ്റെ സ്കൂളിലേക്കാണ് പോണത്. അമ്മമ്മയും കുട്ടി സ്വകാര്യം പറയണോ? അതൊക്കെ പറഞ്ഞോളേ. അപ്പോൾ എന്നത് ഫസ്റ്റ് ഡേ ആണ്. ദിയക്കുട്ടി ഹാപ്പിയാണ് അല്ലേ? ദിയക്കുട്ടി എവിടെ പോകുന്നത്? സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സാണ്. അപ്പോൾ ഇന്ന് പാരൻസും കൂടെ പോകണം. അപ്പോൾ ഞാനും അച്ഛയാണ് ഇന്ന് കൊണ്ടാക്കാൻ പോണത്. കൊണ്ടാക്കി ഞങ്ങളിന്ന് കൊണ്ടുവരും കേട്ടോ അല്ലേ കുട്ടി? അപ്പോൾ ഓക്കെ, എന്തായാലും സ്കൂളിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ദീകുട്ടി അച്ഛച്ചേൻ്റെ അടുത്തും അമ്മമ്മേൻ്റെ അടുത്തും എൻ്റെ അടുത്തും ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അതുപോലെ രാത്രി വയനാട് വിരുന്ന് വിളിച്ചപ്പോൾ അച്ഛമ്മേൻ്റെ അടുത്തും അച്ഛച്ചേൻ്റെ അടുത്തും കുട്ടിച്ചേൻ്റെ അടുത്തും അവളുടെ അച്ഛേൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തീയമ്മക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഉമ്മയെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണേ. വണ്ടി ബേക്കിൽ ഇവിടെ ഇന്ന് തെങ്ങുംപടി ഇല്ല കേട്ടോ. ഇന്ന് സ്കൂൾ പടിയാണേ. ടാറ്റ ഉണ്ടാ. അങ്ങനെ ദീകുട്ടി അച്ഛച്ചനും ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് മേലെ എത്തി. എവിടേക്ക് ദീകുട്ടി പറയും പ്ലാവുംപടി എന്നാണ് കേട്ടോ. കാരണം അവിടെ പ്ലാവ് ഉണ്ട്, അതുകൊണ്ട് അവൾ പ്ലാവുംപടി എന്നറിയും. അങ്ങനെ ഇത് ഞാനും കൂടെ കയറി. അങ്ങനെ ദീകുട്ടി ഇന്ന് രാവിലെ അച്ഛൻ വണ്ടി എടുക്കുന്ന സമയത്ത് അവൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വണ്ടിയിൽ കയറണം കേട്ടോ. കാരണം അവൾക്ക് ഇഷ്ടമാണ് വണ്ടിയിൽ കയറുന്നത്. എന്നിട്ട് നമ്മൾ മുറ്റത്ത് തന്നെ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് കയറിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങുംപടിയിൽ ഇറങ്ങുകയെന്ന് പറയും. അല്ല കുറച്ചും കൂടെ കയറിയിട്ടാണ് മേലെ കയറുകയാണെങ്കിൽ അവിടെ ഒരു പ്ലാവ് ഉണ്ട്. അതുകൊണ്ട് പ്ലാവുംപടി അവൾ തന്നെ ഇട്ട പേരാണ്. കാരണം അവൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സമാധാനമായിരുന്നു. കാരണം അവർ ചിരിച്ച് കളിച്ച് പോകുന്ന കാണുമ്പോൾ നമ്മൾ ഓക്കെയാണല്ലോ. അങ്ങനെ അത് നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ ഇപ്പോൾ വലിയ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ അവിടെ ഹാളിൽ കയറി ഇരിക്കുകയായിരുന്നു. നമ്മൾ LKG കുട്ടികളെ പേരൻസിൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂളിലേക്ക് കയറുന്ന ആ ടൈമിൽ ദീമോള് പറഞ്ഞു, അമ്മ എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുട്ടി എൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു, ഫോണ് ബാഗിലായിരുന്നു. അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവൻ്റെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ചെണ്ടമേളം ഉണ്ടായപ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടി ഒരു ആഘോഷമായിട്ടോ. അങ്ങനെ നമ്മളെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ടീച്ചേഴ്സ് എല്ലാം സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും സന്തോഷത്തിലല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ പുതിയ അനിയന്മാരും അനിയത്തിമാരും ഉണ്ടല്ലേ. അപ്പൊ അവരൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഈ അടുത്ത പരിപാടികൾ? ഇരുന്ന് ക്ഷീണിച്ചു പോയി. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി കേട്ടോ. കാരണം ഒരു പ്രത്യേകത തോന്നി. നമ്മൾ പുതുതായിട്ട് വരുന്ന കുട്ടികളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചപ്പോൾ വല്ലാത്തൊരു പ്രത്യേകത തോന്നി. അതിനുശേഷം കുട്ടികൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ മധുരം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ദീമോള് പറഞ്ഞു, പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തന്നെ പോകേണ്ട, കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തുകയായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ദീമോള് നമുക്കിവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ ഡെക്കറേറ്റ് ചെയ്തതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദീമോള് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കി, വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് വീഡിയോയിൽ നിൽക്കാനും ഫോട്ടോ നിൽക്കാനും ഒക്കെ ഒരു മടി തോന്നുന്നു. എന്നാലും അവർക്ക് ഭാവിയിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ പഴയത് നമ്മൾ അന്ന് പോയതൊക്കെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഒന്നും കിട്ടില്ല. പക്ഷെ ഇത് കുട്ടികൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിലേക്ക് കയറി. കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. ഇതാണ് കിച്ചുവിൻ്റെ അനിയത്തിക്കുട്ടി തമ്പുരു. അതുപോലെ ഈ ഒരു പിക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് ദീമോൾക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പിക്ചർ ഉള്ളത്. അതിനുശേഷം ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കുട്ടികളവിടെ റൗണ്ടിൽ ഇരുത്തി പാട്ടൊക്കെ പാടി കൊടുക്കുവാണേ. ചന്ദ്രനദിക്കും
താഴത്ത് കുംഭചിരിക്കും താഴത്ത് സൂര്യനുദിക്കും മാനത്ത് സൂര്യനുദിക്കും മാനത്ത് സൂര്യകാന്തികൾ താഴത്ത് സൂര്യകാന്തികൾ താഴത്ത് ചന്ദ്രനുദിക്കും മാനത്ത് കുംഭചിരിക്കും താഴത്ത് സൂര്യനുദിക്കും മാനത്ത് സൂര്യകാന്തികൾ താഴത്ത് മാറിലും മാനത്ത് മാനും മയിലും താഴത്ത് വെരി ഗുഡ്. നല്ല കുട്ടിയല്ല കേട്ടോ. നമുക്കൊരു പാവക്കുട്ടിയുടെ ചെറിയൊരു പാട്ട് പാടിയാലോ? പാവക്കുട്ടി ഇല്ലേ വീട്ടിലെ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂലേ പാവക്കുട്ടി? നോക്ക് എന്ത് രസല്ലേ പാവക്കുട്ടീനെ കാണാന്. ഒരു പാവക്കുട്ടീന്റെ പാട്ട് പാടിയാലോ? ഇഷ്ടമുള്ളവർക്ക് കൈവക്കിക്കേ. നമുക്ക് പാടാട്ടോ. ടീച്ചർ ഇങ്ങനെ ആഗ്രഹിക്കോ? ടീച്ചർ ഇങ്ങനെ പാടോ? ശരിയല്ല. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. ഉമ്മ നൽകും ഞാൻ തോളിലേറ്റും കൂടെ കൊണ്ടു നടക്കും എന്റെ പാവക്കുട്ടി. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. ഉമ്മ നൽകും ഞാൻ തോളിലേക്കും കൂടെ കൊണ്ടു നടക്കും എന്റെ പാവക്കുട്ടി. കണ്ണു ചിമ്മും കൈകളാട്ടും പാടൂ. കൈകളാട്ടും കൂടെ ചിരിക്കും എന്റെ പാവക്കുട്ടി. കണ്ണു ചിമ്മും കൂടെ ചിരിക്കും കൂടെ ചിരിക്കും എന്റെ പാവക്കുട്ടി. പാവക്കുട്ടി എൻ കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. കണ്ണെഴുതും ഞാൻ പൊട്ടുതൊടിക്കും സുന്ദരിയാക്കും എന്റെ പാവക്കുട്ടി. കണ്ണെഴുതും ഞാൻ പൊട്ടുതൊടിക്കും സുന്ദരിയാക്കും എന്റെ പാവക്കുട്ടി. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. നമുക്കൊന്ന് പാടി നോക്കാം. എല്ലാവരും ടീച്ചറിന്റെ കൂടെ പാടുവോ? എല്ലാവരും ഒന്ന് നീറ്റിക്കോ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് നീറ്റുന്നേ. എല്ലാവരും ആയിക്കോട്ടെ. ടീച്ചറിന്റെ കൂടെ പാടും കേട്ടോ. പാവക്കുട്ടി പാടും. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി. ഉറക്കെ പാടൂ. കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരി. പാട്ടുപാടും ഞാൻ തോളിലേറ്റും കുഞ്ഞു പാവക്കുട്ടി എന്റെ പഞ്ചാരക്കുട്ടി. പൊട്ടുതൊടിക്കും ഞാൻ കണ്ണെഴുതിക്കും സുന്ദരിയാക്കും എന്റെ പാവക്കുട്ടി. കണ്ണെഴുതും ഞാൻ പാട്ട് പാടിയാലോ? Butterflies, butterflies, fly along. Butterfly, butterfly, take the ground. Butterfly, butterfly, fly along. Butterfly, butterfly, take the ground.
അങ്ങനെ നമ്മൾ 4 ടീച്ചേഴ്സും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലപോലെ 4 പാട്ട് പാടി കൊടുത്തു കേട്ടോ. ആ പാട്ട് കേട്ട മക്കൾ മാത്രമല്ല നമ്മളും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി കേട്ടോ. ശരിക്കും നമ്മളെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് അറിയില്ലേ. എന്ന് വെച്ചാൽ എത്ര മനോഹരമായിരുന്നു നമ്മളെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മക്കളും ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ തോന്നുന്നൊരു നിമിഷമാണ്. നമ്മൾ മക്കൾ സ്കൂളിലേക്ക് എത്തി, അവിടുന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളും അതിലൊരു കുട്ടിയായിട്ട് തോന്നിപ്പോകും നമുക്ക്. കാരണം അത്ര രസമായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ടീച്ചേഴ്സ് പാടി കൊടുത്ത പാട്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് കുട്ടികൾക്ക് പായസം കൊണ്ടു കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും LKG UKG അങ്ങനെ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും പായസം കൊടുത്തു. അതിനുശേഷം പാരൻസിനൊക്കെ പായസം തന്നു കേട്ടോ. അങ്ങനെ ഞാനെന്ത് ചെയ്യുമ്പോഴും പുറത്തിരുന്ന് പായസം കുടിക്കുകയായിരുന്നു. ഇന്ന് മഴ ഇല്ല, അതുകൊണ്ട് തന്നെ ചൂടുണ്ട് കേട്ടോ ഇന്ന്. അതിനുശേഷം ഞങ്ങൾ പാർക്കിലേക്ക് പോയി. ദീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ നമുക്ക് പാർക്കിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ആ സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് നേരം പാർക്കിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടം പോലെ അതിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിന്നു കേട്ടോ. അങ്ങനെ പുതിയ കുട്ടികളായിട്ട് പരിചയമായി, പഴയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിച്ചു കേട്ടോ. കുട്ടികൾ കളിക്കുന്നത് നോക്കി നമ്മൾ പേരൻസും അവരുടെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. ദിയമോൾക്ക് എന്താ ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഇങ്ങനത്തെ ചെറുതൊന്നും വലുതും ഉണ്ട്. വലുതിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി പേടിയാണ് അങ്ങനെ ഇറങ്ങി വരാൻ. അപ്പോൾ അവൾ ചെറുതിൽ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. വലിയ കുട്ടികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ വിട്ടിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടികൾ വന്നിട്ടുണ്ട്. അച്ഛനും നമ്മളെ വണ്ടി. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിലേക്ക് ഇറങ്ങി വീട്ടിൽ മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മളെ വീട്ടിലെത്തി. അപ്പം നമ്മൾ കാത്തിരിക്കുകയാണ് എന്താ എൻ്റെ കുട്ടീനെ കാണാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അതാ ദീപത്തെ മുന്നിൽ ഓടി പോവാണേ. സ്കൂളിൽ ജോമാലിയിൽ ഒടുങ്ങുമോ? സമ്മാനം ഞാൻ ഇങ്ങനെ എഴുതണ്ടേ? വെരി ഗുഡ്. അതെയോ? അതെ. ടീച്ചർ പറഞ്ഞോ? ടീച്ചർ എന്താ പറഞ്ഞേ? കിട്ടോ ടീച്ചർക്ക്? ടീച്ചർക്ക് അങ്ങനെ ദീകുട്ടി സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സ്കൂളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പാർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു. ഇന്ന് പറഞ്ഞാൽ വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. എന്താ പറയുക, ദിയമോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞു പെണ്ണ് ഇത്ര പെട്ടെന്ന് വലുതായി. എനിക്കിപ്പോഴും ഒരു കുഞ്ഞു പൈതൽ തന്നെയാണ് ഇപ്പോഴും അവൾ. സ്കൂളിൽ പോകാനായി എന്നൊന്നും പറയാം, എന്താ പറയുക, അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെയാണല്ലോ. മക്കൾ എത്ര വലുതായാലും എന്നും കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. എന്താ പറയുക, സന്തോഷവും സങ്കടമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. കാരണം നീ തൊട്ട് അവൾ പറഞ്ഞ സ്കൂള് ആ ലോകമാണല്ലോ. എന്തായാലും എന്താ പറയുക, അവൾക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.